ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റിലെ പാർട്ട് 16 ആണ്. എന്നും വന്നിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻ്റ് എടുക്കാൻ റീസൺ എക്സാം അടുത്ത് വരികയാണ് കേട്ടോ. ഡിസംബർ 2-ാം തീയതിയാണ് എക്സാം. അപ്പോൾ നമുക്കെല്ലാവർക്കും അതൊരു സ്കോർ ഔട്ട് ചെയ്യണ്ടേ? അല്ലാതെ നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ് പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചങ്ക് കുട്ടികളെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടണം കേട്ടോ. നിങ്ങൾ ആരും ഇടാത്തത് കൊണ്ട് പിന്നെ ഞാൻ അധികം മൈൻഡൊന്നും ചെയ്യാറില്ല. ആരും ഇടാത്തതുകൊണ്ട് മാത്രമാണ്. എന്നാലും നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം എന്ന് നിർബന്ധിക്കുകയല്ല, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ആ ഒരു ഭാഗത്ത് എവിടെയാണോ മനസ്സിലാവാത്തതെന്ന് വന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് പ്രോബ്ലം ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ക്ലാസ്സിലായിരിക്കും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരിക, മൺഡേ. ഓക്കെ, അപ്പം പ്രീവിയസ് പ്രോബ്ലത്തിൻ്റെ ജസ്റ്റ് എങ്ങനെയാണ് തുടക്കം എന്ന് എല്ലാ ദിവസവും ഇത് തന്നെയാണ് പറയുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന്. എന്നാലും നമ്മൾ എന്താ പറയുക, സ്കോർ ഔട്ട് ചെയ്യണ്ടേ? സ്കോർ ഔട്ട് ചെയ്താലേ നമുക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ കമ്പനി ഈസ് കീൻ ഇൻ അസസിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ് ഇൻ 1 to 10 scale in terms of value addition to its business operators. In this connection, UG qualifications, ex and work experience of the employees are considered to be the factors. The corresponding ratings of employees are shown in the table below. ടേബിൾ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചായിരുന്നു. ഇത് വന്നിട്ട് ടേബിൾ ഇല്ല, ജസ്റ്റ് ആ ഒരു ടേബിൾ ഇല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നു അല്ല. എന്നാലും എന്താ പറയുക, ആദ്യത്തെ ആ ഒരു നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിൻ്റെ കാര്യങ്ങൾ പറയണ്ടേ, പിന്നെ ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണമല്ലോ. അപ്പോൾ അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ YIJK ഈക്വൽ ടു മ്യൂ പ്ലസ് AI പ്ലസ് BJ പ്ലസ് ABIJ പ്ലസ് CK പ്ലസ് BC JK പ്ലസ് ACIK പ്ലസ് ABCIJK പ്ലസ് EIJK. നമ്മുടെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങ് ജസ്റ്റ് എഴുതുക. Y എന്താണ്? ith replication of eighth treatment of factor A ആൻഡ് jth ith ആണ് jth replication of factor B ആൻഡ് kth replication of factor C എന്ന് എഴുതണം. ഓക്കെ, അത് എഴുതിയില്ല, അത് ഞാൻ ഇപ്പം അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ അതുകൂടെ എഴുതണം കേട്ടോ. mu equal to the overall mean of response. AI എന്ന് പറഞ്ഞാൽ the effect of ith treatment of factor A. ഇത് എഴുതിയാൽ മതി കേട്ടോ, ith ആണ്. ഓക്കെ, BJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ jth treatment of factor B. ABIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാക്ഷൻ എഫക്റ്റ് ആണ് കേട്ടോ. എയും ബിയുടെയും ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ അത് വന്നിട്ട് ith treatment of factor A ആൻഡ് jth treatment of factor B. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് CK എന്ന് പറഞ്ഞാൽ the effect of kth treatment of C on response. അടുത്തത് വരുന്നത് ACIK. ഓക്കെ, it is the interaction of ith treatment of factor A and kth treatment of factor C. BJK എന്ന് പറഞ്ഞാൽ it is the interaction effect of jth treatment of factor B and kth treatment of factor C. ABCIJK എന്ന് പറഞ്ഞാൽ it is the interaction of ith treatment of factor A and jth treatment of factor B and kth treatment of factor C on response. EIJK എന്ന് it is a random error. ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി. ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും എഴുതേണ്ട ആവശ്യം, ജസ്റ്റ് റാൻഡം എറർ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തുള്ള ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ എ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു A4 ഈക്വൽ ടു A5 അങ്ങനെ എഴുതി പോകണം. എത്ര എണ്ണം ഉണ്ടോ മാക്സിമം 4 വരയ്ക്ക് കാണത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫാക്ടർ എ എന്ന് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ ബി വരും, B1 ഈക്വൽ ടു B2 ഈക്വൽ ടു B3 ഈക്വൽ ടു B4 B5 അങ്ങനെ എഴുതുക. B4 വരയ്ക്കും കാണത്തുള്ളൂ. അടുത്തത് വന്നിട്ട് there is significant difference between the treatment of factor B എന്ന് എഴുതുക. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രാക്ഷൻ ഓഫ് AB. അപ്പം A1 B1 ഈക്വൽ ടു A2 B2 ഈക്വൽ ടു A3 B3 ഈക്വൽ ടു A4 B4 വരയ്ക്കും H0 എഴുതുക. H1 വന്നിട്ട് there is significant difference between the factors A and B എന്ന് എഴുതുക. നെക്സ്റ്റ് വരുന്നതാണ് C വന്ന് C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു C4 ഈക്വൽ ടു C5 വരയ്ക്കും എഴുതുക. അടുത്തിട്ട് H1 വരുന്നതാണ് there is significant difference between the treatment of factor C in terms of response എന്ന് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് there is significant difference between the
ടേംസ് എന്ന് എഴുതിയാൽ മതി. അടുത്തത് വരുന്നതാണ് ഇൻട്രാക്ഷൻ എ സി. എ സിയിൽ എച്ച് നോട്ട് വരുന്നതാണ്. ദർ ഇസ് നോ സിഗ്നിഫിക്കൻസ് എഴുതുന്നതിന് പകരം AC1 ഈക്വൽ ടു A1 C1 ഈക്വൽ ടു A2 C2 ഈക്വൽ ടു A3 C3 ഈക്വൽ ടു A4 C4 എന്ന് എഴുതുക. അടുത്തത് H1ൽ വന്നിട്ട് ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് പെയർസ് ഓഫ് ഇൻട്രാക്ഷൻ ഫാക്ടർ A ആൻഡ് C എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബി സി. ഇൻട്രാക്ഷൻ ബി സിയിൽ വരുന്നതാണ് B1 C1 equal to B2 C2 equal to B3 C3 equal to B4 C4 എഴുതുക. അത് കഴിഞ്ഞ് H നോട്ടിൽ വരുന്നതാണ് there is significant difference between the pairs of interaction of factor brand factor C of response എഴുതുക. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രാക്ഷൻ എ ബി സി. എ ബി സി എഴുതുമ്പോൾ A1 B1 C1 ഈക്വൽ ടു A2 B2 C2 ഈക്വൽ ടു A3 B3 C3 ഈക്വൽ ടു A4 B4 C4 എഴുതുക. അത് കഴിഞ്ഞ് there is significant difference between the interaction of factor A, factor B, factor C എന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ജസ്റ്റ് ഈ ഫോർമുലാസ് എല്ലാം അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, SS total ഈക്വൽ ടു summation I to A, summation J to B, summation K to C, summation L to N, Y square IJKL minus Y triple dot square divided by N. Triple dot square അല്ല 4 dot ആണ്. അടുത്തത് വന്ന് SSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ summation I to A YI divided by BCN minus Y double dot square divided by N. SSB വന്നിട്ട് summation J to B YJ square divided by ACN minus Y double dot square divided by N. സബ് ടോട്ടൽ ഉണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് ഈ ഇൻട്രാക്ഷൻ ED കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സബ് ടോട്ടൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സബ് ടോട്ടൽ ഓഫ് AB ഈക്വൽ ടു summation I to A summation J to B YIJ square divided by CN minus Y 4 dot square divided by N. ഓക്കെ, അപ്പം നമുക്ക് SSED നമ്മൾ എന്ത് എഴുതിയത് കണ്ടുപിടിക്കണം. അപ്പോൾ SSED ഈക്വൽ ടു SS സബ് ടോട്ടൽ മൈനസ് SSA മൈനസ് SSB. SSS വന്നിട്ട് summation K to C YK square divided by ABN minus Y 4 dot square divided by N ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് സബ് ടോട്ടൽ ഓഫ് BC കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഭയങ്കര പാടാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ വന്നിട്ട് ഇതിലോട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ BC വന്നിട്ട് summation I to A summation K to C YIK divided by BN minus Y 4 dot square divided by N. അതുപോലെ തന്നെ AC വന്നിട്ട് SS സബ് ടോട്ടൽ AC മൈനസ് SSA മൈനസ് SSC. SS സബ് ടോട്ടൽ BC വന്നിട്ട് summation J to B summation K to C YJK double dot square divided by AN minus Y 4 dot square divided by N. BC വന്നിട്ട് SS സബ് ടോട്ടൽ BC മൈനസ് SSB മൈനസ് SSC. SS സബ് ടോട്ടൽ BC ഈക്വൽ ടു summation I to A J to B അടുത്തൊരു summation K to C YIJ K square divided by N minus Y 4 dot square divided by N. അപ്പം SSABC വന്നിട്ട് SS സബ് ടോട്ടൽ ABC മൈനസ് SSA മൈനസ് SSB മൈനസ് SSAB മൈനസ് SSC മൈനസ് SSAC മൈനസ് SSBC. ഇതിൽ നിന്ന് നമുക്ക് SSABC കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം SS ഇറർ കണ്ടുപിടിക്കാം. SS ഇറർ വന്നിട്ട് SS ടോട്ടൽ മൈനസ് SSA മൈനസ് SSB മൈനസ് SSAB മൈനസ് SSC മൈനസ് SSAC മൈനസ് SSBC മൈനസ് SSABC ചെയ്യണം. ഓക്കെ, ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് അറിയാം നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്കത് അറിയാം. എന്നാലും നിങ്ങൾ അതൊക്കെ എഴുതിയേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം അതിന് നമുക്ക് ഇതിനൊക്കെ സമയം എടുക്കും. അപ്പോൾ ജസ്റ്റ് എഴുതുന്നതിന് എനിക്ക് തോന്നുന്നത് ഇത്ര എഴുതുമ്പോഴേക്കും നമുക്ക് 3 മാർക്സ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് സം ഓഫ് സ്ക്വയേഴ്സ് എഴുതുക, പിന്നെ അതിൻ്റെ വാല്യൂസ് എഴുതുക, പിന്നെ അടുത്ത ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്കറിയാം ഇൻട്രാക്ഷൻ വന്നിട്ട് A-1 B-1 ഇൻറ്റു ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഇൻട്രാക്ഷൻ വരുന്നത്. അതുപോലെ A-1 ഇൻറ്റു C-1 ആണ് ബിറ്റ്വീൻ ദ വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ES വരുന്നത്. ഓക്കെ, ബിറ്റ്വീൻ ദ ഡിഗ്രി ആൻഡ് സെക്സ് ഓഫ് DS വന്നിട്ട് B-1 C-1 വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുക. ABC വന്നിട്ട് മീൻസ് EDS വന്നിട്ട്
a മൈനസ് 1 ഇൻറ്റു ബി മൈനസ് 1 ഇൻറ്റു സി മൈനസ് 1 ചെയ്യുക. അത് കഴിഞ്ഞ് എസ് എറർ വന്നിട്ട് എ ബി സി ഇൻറ്റു എൻ മൈനസ് 1 ചെയ്യുക. ഓക്കെ, അത് തന്നെ നമുക്ക് മീൻ സം സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനല്ലേ ഉള്ളൂ. എസ് സി ഡിവൈഡഡ് ബൈ എ മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് മീൻ സം സ്ക്വയേഴ്സ് കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള വാല്യൂസ് നമുക്ക് കിട്ടും കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യന്. അപ്പം നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സമയമൊക്കെ എടുക്കും. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഡിസ്കഷനാണ് അടുത്തത് നോക്കുന്നത്. താങ്ക് യു.